ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സജീവമായി അതിലൊക്കെ റീച്ചായ ആൾക്കാർ അവര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കടുത്ത മാനസിക സംഘർഷം, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ. കാരണം പ്രത്യേകിച്ച് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കണ്ടന്റ് കിട്ടാതാവുമ്പോൾ ഒരു കാപ്പാട് ഒരു വിഭ്രാന്തി, ഒരു മാനസിക സംഘർഷം. സത്യമാണത്. അതിന്റെ മെയിൻ കാരണം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം, ഇതിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ട് പോയി നമ്മൾ ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഫുൾ ടൈം ഈ ഒരു ചിന്തയിൽ മാത്രം നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ചിലർക്ക് ഈ മോണിറ്റൈസിംഗ് ഒക്കെ കഴിഞ്ഞ് പണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അത് കുറയുമ്പോൾ, വ്യൂസ് കുറയുമ്പോൾ, സബ്സ്ക്രൈബ് കുറയുമ്പോൾ ഒക്കെ അവർക്ക് ആകെപ്പാടൊരു മാനസിക സംഘർഷമാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങളിതിൽ ആക്റ്റീവായി നിൽക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും, നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. തീർച്ചയായും നിങ്ങൾ സ്ഥിരമായി കൊണ്ടുനടക്കുന്ന ഔറാദുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം, അതൊക്കെ നമ്മൾ ആ കൃത്യമായ രീതിയിൽ അത് കൊണ്ടുപോകാം. ഇതൊരു സൈഡായിട്ട് ബാക്കി ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്താൽ ഒരു പരിധി വരെ ഇത്തരം സംഘർഷങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും.